Hello and welcome back. This video is about a poem titled Pi, written by a famous Polish poet as well as an essayist, Wisława Szymborska. Before reading out the poem, let's talk about the writing style of Wisława Szymborska. വളരെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രിവിയൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളുടെ ഉള്ളിലും ഹിഡൻ ആയിട്ടുള്ള പല പല മീനിങ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് റൈറ്റിംഗ്സ് ആണ് വിസ്ലാവ സിംബോർസ്ക എഴുതിയിരുന്നത്. ഡെത്ത്, നേച്ചർ, ഈ കാര്യങ്ങളൊക്കെ റെക്കറിങ് തീംസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിസ്ലാവ സിംബോർസ്ക എഴുതിയിട്ടുള്ള പൈ എന്ന് പറയുന്ന പോയമാണ്. പൈ കേട്ടിട്ടുണ്ടല്ലോ, ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. വളരെ ചെറുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി ഒരു പോയം എഴുതിയിരിക്കുകയാണ് വിസ്ലാവ സിംബോർസ്ക ഇവിടെ. നമുക്ക് നോക്കിയാലോ എന്താണ് അതിനകത്ത് പറയുന്നതെന്ന്. ദ അഡ്മിറബിൾ നമ്പർ പൈ 3.141. All the following digits are also just a start. 5, 9, 2 because it never ends. ഫേസ്റ്റ് ലൈനിൽ തന്നെ കൂടുതൽ വളച്ചുകെട്ടലുകളൊന്നും ഇല്ലാണ്ട് പറയുന്നുണ്ട് എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പൈയെ പറ്റിയിട്ടാണ്. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു തുടങ്ങിയാണ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ അഡ്മിറബിൾ ആണ്, വളരെ വാല്യൂ ഉള്ളതാണ്, പ്രശസ്തമാണ്, നമുക്ക് കുറച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് പൈ എന്ന് പറയുന്നത്. അപ്പം പൈക്ക് നല്ല ഹൈപ്പ് കൊടുത്തുകൊണ്ട് എഴുതിയൊരു പോയമാണെന്ന് ഫ്രം ദ വെരി ഫസ്റ്റ് ലൈൻ നമുക്ക് മനസ്സിലാവും. പൈ എന്ന് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.141 എന്നുള്ളതാണ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. പക്ഷേ 141 കൊണ്ട് തീരുമോ? ഇല്ല, അതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. 5, 9, 2, 6, 5, 3 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നീളത്തിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, ബാക്കിയുള്ള ഡിജിറ്റ്സ് ഇങ്ങനെ കിടക്കുവാണ്. പക്ഷേ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? 3.141 ആണ്. എന്ന് വെച്ച് അത് അത്ര ഉള്ളെന്നല്ലല്ലോ, നീണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ്, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇറ്റ് കാൺ ബി ഗ്രാസ്പ്ഡ്. 6, 5, 3, 5 at a glance. 8, 9 by calculation. 7, 9 through imagination. Or even 3, 2, 3, 8 in jest or by comparison. 4, 6 to anything. 2, 6, 4, 3 in the world. 3.141 ശേഷം എന്തൊക്കെ വരുന്നെന്നോ അതെങ്ങനെയൊക്കെ വരുന്നെന്നോ ഇതൊന്നും നമ്മളുടെ ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് ഗ്ലാൻസിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഗ്ലാൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവാനൊന്നും പോകുന്നില്ല. അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ടാണ്, വളരെ കോംപ്ലക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ഒന്ന് നോക്കിയാൽ ഇത് ഫുള്ളി നമുക്ക് മനസ്സിലാവാത്തത്. നമ്മളുടെ ഹ്യൂമൻ ഇമാജിനേഷന് പോസിബിൾ ആവുന്ന പല കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ പൈ നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം അത് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ കമ്പയർ ചെയ്യുന്ന മറ്റെല്ലാ കാര്യത്തിനും ഒരവസാനമുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പൈ ഇറ്റ് ഹാസ് നോ എൻഡ്. അതിനൊരു എൻഡിങ് ഇല്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ഹ്യൂമൻ ഇമാജിനേഷൻ വെച്ചിട്ടോ ഹ്യൂമൻ തിങ്കിങ്ങിൻ്റെ കേപ്പബിലിറ്റീസ്, ഹ്യൂമൻ ബീങ്സിൻ്റെ തിങ്കിങ് പവർ വെച്ചിട്ടോ ആ കാര്യങ്ങളൊന്നും വെച്ചിട്ട് തന്നെ നമുക്കിതിനെ ട്രിവിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സില്ലി ആയിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് നെവർ എൻഡിങ്. പൈ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻറ്റിന് അതിൻ്റേതായിട്ടുള്ള പല പല യുണീക്ക് ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ഈസ് നോട്ട് പോസിബിൾ. മറ്റ് എന്ത് കാര്യത്തിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിലും യു വോണ്ട് ബി ഏബിൾ ടു കമ്പയർ ഇറ്റ്. അത്രമാത്രം യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു ഫ്യൂട്ടൈൽ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്, വെറുതെയാണ് നിങ്ങളത് ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഹ്യൂമൻ ബ്രെയിനിന് അത് പോസിബിളും അല്ല. ദ ലോങ്സ്റ്റ് സ്നേക്ക് ഓൺ എർത്ത് ends at 30 odd feet. Same goes for fairy tale snakes, though they make it a little longer. The caravan of digits, that is pi, does not stop at the edge of the page. It runs off the table and into the air, over the wall, a leaf, a bird's nest, the clouds, straight into the sky, through all the blottedness and bottomlessness. നിങ്ങൾ വേണമെങ്കിൽ ഭൂമിയിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്നേക്കിൻ്റെ ലെങ്ത് കൊണ്ടുപോവാ,
കുഴപ്പമില്ല. നമുക്ക് അത് എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, ഫെയറി ടെയിൽസിനകത്തൊക്കെ കാണിക്കുന്ന സ്നേക്ക് ഉണ്ടല്ലോ, ഇമാജിനറി, ആ ഫിക്ഷണൽ ആയിട്ടുള്ള സ്നേക്കിൻ്റെ ലെങ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതാകുമ്പോൾ കുറച്ച് എക്സ്ട്രായും കൂടെ ചേർത്ത് വെക്കും, ഇമാജിനേഷൻ്റെ ഫലമായിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് വെക്കും. പക്ഷേ അപ്പോഴും നമ്മളുടെ പൈ എന്ന് പറഞ്ഞിട്ട് എഴുതത്തില്ലേ, പൈയുടെ വാല്യൂ, ഈ പൈയുടെ വാല്യൂ വെച്ച് നോക്കുവാണെങ്കിൽ അതിങ്ങനെ പേജ് കണക്കിനെ ഇങ്ങനെ നീണ്ട് പൊക്കോണ്ടിരിക്കും. ഒരു പേജിൻ്റെ അറ്റത്തും വന്നിട്ട് പൈയുടെ വാല്യൂ നിൽക്കത്തില്ല, അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, അതിനൊരു എൻഡില്ല. അതുകൊണ്ട് നിങ്ങൾ ലോകത്തുള്ള ഏറ്റവും നീളം കൂടിയ സ്നേക്കിനെ എടുത്താലും അതിനെക്കാട്ടിലും നീളം കൂടിയ ഫെയറി ടെയിൽസിനകത്തുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഫലമായിട്ട് വരുന്ന സ്നേക്കിൻ്റെ ലെങ്ത് എടുത്തുകൊണ്ട് വന്നാലും ഇതൊന്നും നമ്മളുടെ പൈയുടെ വാല്യൂവിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനൊന്നും ലെങ്തേ ഇല്ല. വരിയായിട്ട് പോകുന്ന വളരെ നീളത്തിലുള്ള വണ്ടികളുടെ എണ്ണം ആയിക്കോട്ടെ, അതിൻ്റെ ലെങ്ത് എടുത്തോ, അതും നമ്മളുടെ പൈയുടെ മാത്തമാറ്റിക്കൽ വാല്യൂ വെച്ച് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെയും രക്ഷയില്ല. ഒന്നും തന്നെ പൈയുടെ അടുത്ത് നിൽക്കത്തില്ല. പൈക്ക് എൻഡും ഇല്ല, യാതൊരു കാര്യമില്ല, അതിനൊരു ബൗണ്ടറി ഇല്ല. ഫൈനൈറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ കൊണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പൈയെ കമ്പയർ ചെയ്യരുത്. പൈക്ക് എൻഡിങ് ഇല്ലയെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. പൈയുടെ വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നീളത്തിൽ പോയി അവസാനം ഈ നേച്ചറിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിനെയെല്ലാം കവർ ചെയ്തിട്ട് വോളിനെ എല്ലാം തട്ടിത്തെറപ്പിച്ചിട്ട് ക്ലൗഡ്സിനെ എല്ലാം വിട്ടിട്ട് ആകാശത്തിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു സാധനമാണല്ലോ ആകാശം എന്ന് പറയുന്നത്. അങ്ങ് ആകാശത്തിൽ വരെ ചെന്ന് നിൽക്കാനുള്ള ലെങ്ത് പൈക്ക് കാണും. ഓ ഹൗ ഷോർട്ട് all but mouse like is the comet's tail. How frail is a ray of starlight bending in any old space. Meanwhile, 2, 3, 15, 300, 19, my phone number, your shirt size. The year 1973, 6th floor, number of inhabitants 65 cents, hip measurement, 2 fingers, a charade and a chord, in which we find how blithe the throstle sings. നമ്മളുടെ ഒന്നും കണ്ണിന് നേരെ കാണാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന പല പല മെഷർമെൻറ്റ്സോ ഇതൊക്കെ വെച്ചിട്ടും നിങ്ങൾ വേണമെങ്കിൽ പയ്യെ കമ്പയർ ചെയ്തോ. കമ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വലിയ ഒരു കാര്യം, വളരെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ കോസ്മിക് ഫിനോമിന ആയിട്ടുള്ള കോമറ്റിൻ്റെ ടെയിലിനെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കും. അത് വെച്ച് കമ്പയർ ചെയ്താൽ പോലും പൈയുടെ 7 അയലത്ത് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോൺ നമ്പർ ആയിക്കോട്ടെ, നമ്മളുടെ ഓരോ ഹൗസിൻ്റെ നമ്പർ ആയിക്കോട്ടെ, ഏത് ഫ്ലോർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഏതൊക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടോ ഇതെല്ലാം നിങ്ങളെടുത്ത് കൂട്ടി വെച്ചോ. പക്ഷെ അപ്പോഴും നമ്മളുടെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പൈയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം പൈയുടെ വാല്യൂ ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിലുള്ള ഫിനോമിന ആയാലും, നമുക്ക് കോസ്മിക് ആയിട്ടുള്ള കോമറ്റിൻ്റെ ടെയിലാണെങ്കിലും സ്റ്റാർലൈറ്റ് ആണെങ്കിലും എന്ത് വെച്ച് തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിലും പൈ എന്ന് പറയുന്നത് യുണീക്കാണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്ത് എലമെൻ്റ് ആണ് പൈയെ ഡിഫറെൻ്റ് ആക്കി നമ്മളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്? യെസ്, അത് മെഷറബിൾ അല്ല. നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യവും മെഷറബിൾ ആണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പൈ ഒരു കാരണവശാലും നിങ്ങൾക്ക് എഴുതി തീർക്കാനായിട്ട് സാധിക്കത്തില്ല, അത്രത്തോളം വലുതാണത്. ആൻഡ് പ്ലീസ് റിമെയിൻ കാം ആൻഡ് ഹെവൻ ആൻഡ് എർത്ത് ഷാൽ പാസ് അവേ ബട്ട് നോട്ട് പൈ. ദാറ്റ് വോണ്ട് ഹാപ്പൻ. ഇറ്റ് സ്റ്റിൽ ഹാസ് an okay 5 and quite a fine 9 and all but final 7 prodding a plobbing eternity to last. അപ്പം ക്വസ്റ്റൻ ഇതാണ്, ഡു യു റിയലി തിങ്ക് ദാറ്റ് പൈ ഈസ് ഗോയിങ് ടു എൻഡ്? ഇല്ല, പൈ ഒരു കാരണവശാലും എൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അത്രയും വലിയൊരു കാര്യമാണ് പൈ എന്ന് പറയുന്നത്. അത് നിൽക്കത്തില്ല. നിങ്ങളിനി ഹെവനെ പറ്റി സംസാരിച്ചോ, എഴുത്തിനെ പറ്റി സംസാരിച്ചോ, എന്തിനെ പറ്റി വേണമെങ്കിലും സംസാരിച്ചോ, അതെല്ലാം ഒരു സമയത്ത് നിൽക്കും. അതെല്ലാം ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പൈ നിൽക്കത്തില്ല. പൈ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളീ പറയുന്ന ഹെവൻ ആയിക്കോട്ടെ, എർത്ത് ആയിക്കോട്ടെ, ഇതെല്ലാം അവസാനിക്കുമ്പോഴും പൈ തുടങ്ങിയിട്ടേ ഉള്ളൂ.